എല്ലാവർക്കും ബിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബി ചേച്ചിയാണ്. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ചു ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നൊരു ദിവസം ദൈവം ദാനമെത്തുന്നതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് നല്ല തിരക്ക് പിടിച്ച ഒരു ദിവസമായിരുന്നു. എന്നാലും തിരക്കൊക്കെ ഉണ്ടെങ്കിലും നമുക്കൊരു സന്തോഷമുണ്ട്. കാരണം നമ്മൾ കഷ്ടപ്പെടുമ്പം നമുക്ക് ഇത്തിരി പ്രയോജനമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സന്തോഷമല്ലേ. അപ്പം അച്ചാറിൻ്റെ പരിപാടിയൊക്കെ ആയിരുന്നു. ഇന്നും പോകണമായിരുന്നു മാർക്കറ്റിൽ. കാരണം ഇപ്പോൾ മാങ്ങയുടെ സീസണൊന്നുമല്ല, മാങ്ങയുടെ അർജൻറ്റ് ഓർഡർ ഉണ്ടായിരുന്നു. പിന്നെ ഇന്ന് പോൾമോൻ്റെ ഞാൻ വന്നു കഴിഞ്ഞിട്ടൊക്കെയാണ് ഞാൻ ഇതൊക്കെ കൂട്ടാനൊക്കെ അരിയാൻ തുടങ്ങി. അപ്പോൾ അവനോട് ഞാൻ പറഞ്ഞു ആ ഫ്രണ്ട് റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുന്നു. വീട്ടിൽ ഇരിക്കുമ്പോഴല്ല നമുക്ക് പറയാനൊക്കത്തുള്ളൂ, ഒന്ന് ചെയ്യ്. അപ്പോൾ അവൻ അവൻ്റേതായ രീതിയിൽ നിങ്ങളോടുള്ള സംസാരവും അവൻ്റെ ജോലിയും ഒക്കെ ഒന്ന് കാണുക. പിന്നെ ഞങ്ങൾ നാട്ടിൽ വെച്ച് ബെൻസിയുടെ അവിടെ വെച്ച് വീഡിയോ എടുത്താൽ അത് ഇന്നലെയാണ് അവളിട്ടത്. അന്നേരം ഇത്രയും ഞങ്ങൾ ചിരിച്ചതറിയത്തില്ല. ആ ഓരോ വീഡിയോ പോൾമോൻ്റെ കല്യാണത്തെ പറ്റി അവൻ്റെ ഇതൊക്കെ ബെൻസി ചോദിക്കുന്നതും എനിക്ക് ഏറ്റവും ചിരി വന്നത് ജോസ് പറഞ്ഞ ഒരു വാക്ക്, ഒരു സൈഡിൽ ഭാര്യ ഒരു സൈഡിൽ അമ്മ, അപ്പം പ്രയിച്ചാന്നാണ്ട് ഇങ്ങനെ തലയ്ക്ക് കയ്യും കൊടുത്തുകൊണ്ടിരിക്കണം. അതൊക്കെ കണ്ട് അപ്പോൾ ചിരിച്ച് മണ്ണ് തപ്പി ഞാനും ഇവിടെ ഇരുന്ന് എത്ര അതിൽ നമ്മൾ ചിരിച്ചു പോകും. വീഡിയോ കാണാത്തതുണ്ടെങ്കിൽ ബെൻസിയുടെ വീഡിയോ പോയി കാണണം. ഞാനന്ന് അവളെടുത്തത് കൊണ്ട് പിന്നെ ഞാൻ ഒത്തിരി എടുത്തത്. ഞങ്ങളന്ന് വെളിയിൽ പോയി ഫുഡ് കഴിച്ചിട്ട് വന്നിട്ട് അന്ന് സിറ്റ് ഔട്ട് ഇരുന്ന് അന്ന് 12 മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ കിടന്നത്. ഞാൻ പറഞ്ഞു നാട്ടിലൊക്കെ അപ്പുറത്തൊക്കെ ആൾക്കാരൊക്കെ നേരത്തെ കിടന്ന് ഉറങ്ങത്തില്ല. ഞാൻ പറഞ്ഞു അങ്ങ് ചിരി, ഭയങ്കര ചിരി. ഞാൻ പറഞ്ഞു ആൾക്കാർ എന്തൊക്കെ ഇവിടെ നമുക്ക് വട്ടാന്ന്. പിന്നെ അങ്ങ് പോയത്. അല്ലെങ്കിൽ പിന്നെ അവിടെ ഇരുന്നേനായിരുന്നു. ആർക്കും ഉറക്കമോ ഇല്ലതുമില്ല, കാര്യം പറച്ചിലുമായിട്ടൊക്കെ ഇരിക്കുമായിരുന്നു. ഇവന്മാർക്ക് ഇത്തിരി എന്തായാലും ഇത്തിരി കേട്ടാൽ മതി. പ്രേസർ അങ്ങനെ ചുമ്മാ ഒന്നും മനസ്സിലായില്ലെങ്കിലും ചുമ്മാ ഇരുന്നങ്ങ് ചിരിയായിരുന്നു. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഇവിടുത്തെ വീഡിയോയിലോട്ട് പോകാമേ. രാവിലെ ചായയൊക്കെ ഒരടപ്പത്ത് പാല് കാച്ചാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ചായക്കകത്തൊരു ഗ്രാമ്പും ഇഞ്ചി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഗ്രാമ്പ് ഇടാൻ കാര്യം കഴിഞ്ഞ ദിവസം ഒരു വാട്സപ്പിലൊരു മെസ്സേജ് വന്നു. ഇപ്പോൾ കോവിഡ് വീണ്ടും തുടങ്ങുന്നൊരു സുഹൃതി ഉണ്ടല്ലേ. അപ്പോൾ എല്ലാവരും പാലിൻ്റെ അകത്ത് മഞ്ഞളിട്ട് കുടിക്കണം. പിന്നെ ചായക്കകത്ത് ഒരു ഗ്രാമ്പും ഒക്കെ ഇടുക. പിന്നെ കഴിവതും നെല്ലിക്ക കഴിക്കാൻ നോക്കുക. അതൊന്നീ ചമ്മന്തിയായിട്ടാണോ അച്ചാറായിട്ടാണോ ചട്നി ആയിട്ടാണോ എങ്ങനെയാണെന്ന് വെച്ചാൽ നെല്ലിക്ക കൂടുതലും കഴിക്കാൻ നോക്കുക. അങ്ങനെ കുറേ ടിപ്സുകളുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇച്ചിരി ഗ്രാമ്പു ഇട്ടതാണേ. ഹലോ ഗായ്സ്, എല്ലാവർക്കും ബിജീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ പോല ഇപ്പം ഇവിടെ ഇത് എന്തോ പറയുന്നേ ഒതുക്കാൻ പോവാ. ഈ ഫ്രണ്ട് റൂം ഇച്ചിരി ഒതുക്കാൻ പോവാ. നിങ്ങൾ എൻ്റെ കൂടെ ഇരിക്കണേ. എൻ്റെ അമ്മ എന്തോ പറഞ്ഞേ എല്ലും കാൽ ഒടിച്ചിട്ട് പറഞ്ഞ എഴുതടാ, ഇവിടെ ഇരുന്ന് നീ ലിവിങ് റൂം ഒന്ന് തൂക്കടാ. ഇതല്ല തൂക്കാനല്ല, ഒതുക്കടാ. പിന്നെ हड्डी पसली एक कर दिया. हिंदी में है कहावत, हड्डी पसली एक कर दिया. अरे ना मैं तोड़ मोड़ के बोला. അവനിങ്ങനെ ഒരു മ്യൂസിക്കൊക്കെ ഇട്ട് ജോലി ചെയ്യാനാണ് ഇഷ്ടം. അപ്പോൾ മ്യൂസിക്കിൻ്റെ നമുക്ക് നോർമലി കേൾക്കുമ്പം കുറച്ച് സൗണ്ടേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ ഇത് വീഡിയോയിൽ കേട്ടോണെങ്കിൽ ഭയങ്കര സൗണ്ട്. ഞാൻ പറഞ്ഞു മ്യൂസിക് നിർത്തിയിട്ട് നീ ചെയ്യുമെന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു മമ്മി എനിക്കതൊന്നുണ്ടെങ്കിൽ ഇച്ചിരി ജോഷിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം വെൽഡിങ്ങിൻ്റെ പണി ഒരിടത്ത് നടക്കുന്നു, ഗ്രില്ലടിക്കുന്നതിൻ്റെയൊക്കെ ഈ സൗണ്ട് കേൾക്കുന്നത്. അവൻ ചെയ്യുവാണെങ്കിൽ നല്ല ജോഷായിട്ട് ചെയ്യും. ഞാൻ മാങ്ങയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് അവിടെ ചെയറിൻ്റെ അവിടെ സഞ്ചി അങ്ങനെ വെച്ചിട്ടേ ഉള്ളൂ. ഞാൻ അവിടെ ഇരുന്ന് കാബേജ് അരിയുക. ഇപ്പോൾ സമയം ഒരു 10 മണിയൊക്കെ കഴിഞ്ഞു. പ്രൈസൻ ഇതുവരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടില്ല. രാവിലെ ദോശയും ചട്നിയും ഉണ്ടായിരുന്നു. പിന്നെ ഇച്ചിരി കടലക്കറി ഉണ്ടായിരുന്നു. ദോശമാവും നേരത്തെ ദോശമാവാണ്. അതുകൊണ്ട് അവൻ ഇങ്ങനെ കഴിക്കാതെ ഇങ്ങനെ താളം തുള്ളി നടക്കുക. പോള് പേപ്പറൊക്കെ ചുരുട്ടി താഴോട്ടാണ് ഇടുന്നത്. കാരണം ഇനി ഇപ്പോൾ വരും, അതുകൊണ്ട് ആൻറ്റി തൂത്തോളൂ എന്നും പറഞ്ഞു.
क्यों बंद किया? ഇത് പെർഫ്യൂം ഇന്ന് പപ്പ കൊണ്ടുവന്നയാ. പുതിയ പെർഫ്യൂം. അല്ല എൻ്റെ മുഖം കാണാൻ, എൻ്റെ ശബ്ദം, എൻ്റെ പവർ എല്ലാവർക്കും അറിയാം. ഇതെന്തിനാ ഇവിടെ വെച്ച് എനിക്കറിയില്ല. ഇത് അമ്മയുടെ മണി പ്ലാന്റ് ചുമ്മാ ഇവിടെ വെച്ചേക്കുവാ. ഇതിനകത്ത് വല്ലതും ഇത് ഷോ ചെയ്യാൻ, ഷോ കേസിന് വേണ്ടി വെച്ചാ. ഇത് എന്തോ ഷോ കാണാനൊക്കെയാണ്. നമ്മ അവിടെ റൈസന്നെ കഴിപ്പിക്കുക. കള്ളത്തരം പറയല്ലേ. ഇത് അപ്പച്ചാടെ ഗോൾഡൻ ജൂബിലി ഓഫ് സർവീസ്. 50+ ഇയേഴ്സ് ഞങ്ങളുടെ ചർച്ചിലായിരുന്നു അപ്പച്ച. ഞങ്ങളുടെ അപ്പച്ചക്ക് മാത്രമല്ല കിട്ടിയ, 2-3 പേർക്കും കിട്ടിയിട്ടുണ്ട്. 10 പേർക്കും കിട്ടിയിട്ടുണ്ട്. 10 പേര്. അവരും 50+ ഇയേഴ്സ് ഈ ചർച്ചിലുണ്ടായിരുന്നു. പിന്നെ ഞാൻ നിങ്ങൾക്ക് എൻ്റെ കാണിക്കാം. എനിക്കും സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. ബൈബിൾ സ്റ്റഡിയുടെ എൻ്റെ സർട്ടിഫിക്കറ്റ് ഇത്. പിന്നെ ഇത് ആദ്യത്തെ പ്രൈസ് ആൻഡ് സന്തോഷ് സർട്ടിഫിക്കറ്റ് സൺഡേ സ്കൂളിന് കിട്ടിയിട്ടുണ്ട്. ആനുവൽ സൺഡേ സ്കൂൾ എക്സാമിനേഷൻ. ഇത് എൻ്റെ പോൾ സന്തോഷ് ആനുവൽ സൺഡേ സ്കൂൾ എക്സാമിനേഷൻ ഫോർ 2023. അത് ലോക്ക്ഡൗൺ സമയത്തായിരുന്നു, അതുകൊണ്ട് ഇപ്പം കിട്ടിയിട്ടാ. സോറി, ഇത് പ്രൈസ് ആൻഡ് സന്തോഷിൻ്റെയാ, ഇത് എൻ്റെയാ. ഇത്രയേ ഉള്ളു. ഇനിയും ഞങ്ങൾ തൂത്ത് തുടക്കാൻ പാം. ആദ്യം ഇവിടുന്ന് പൊടി മാറ്റിട്ട്. അവന് മനസ്സ് വെച്ചാൽ അവൻ നന്നായിട്ട് ചെയ്യും. അല്ല എങ്കിൽ നമ്മൾ പറഞ്ഞിട്ട് ചിലപ്പോൾ അവന് മനസ്സില്ല എങ്കിൽ അവനത് ആഹാ ഊഹാന്ന് പറഞ്ഞ് ചെയ്തങ്ങ് തീർക്കും. അപ്പോൾ ഈ ഗ്ലാസ്സൊക്കെ തുടയ്ക്കുന്ന ഒരു സ്പ്രേ ഉണ്ടായിരുന്നു, അത് തീർന്നു പോയി. അപ്പോൾ അവൻ അവൻ്റെ രീതിയിൽ ഇച്ചിരി കൂടെ ഒക്കെ എടുത്ത് ചെയ്യുക. ആ സ്വീപ്പർ പുതിയതാണ്, അത് ഇവൻ ഈ മേശയ്ക്ക് വേണ്ടി എടുത്ത് വെച്ചേക്കുക. അപ്പോൾ അവൻ്റെ രീതിയിൽ ഒരു മനസ്സോടാണ് ഇന്ന് ചെയ്യുന്നത്. പിന്നെ ഒരു സ്വഭാവമുണ്ട്, അവനിങ്ങനെ ജോലി ചെയ്യുന്നുണ്ടേ പ്രൈസൻ ഇരുന്ന് മൊബൈൽ കാണുവാണെങ്കിൽ അവൻ പറയും അവൻ്റെ ഇന്ന് മൊബൈൽ വാങ്ങിയിട്ട് അവൻ്റെ അടുത്ത് എന്തായാലും അവൻ്റെ പഠിക്കാൻ പറ. അതവനിഷ്ടമല്ല. ഇവൻ ജോലി ചെയ്തിട്ട് അവൻ മൊബൈൽ കണ്ടുകൊണ്ടിരിക്കുവാണെങ്കിലും. അപ്പോൾ അവൻ ആ വെള്ളമൊക്കെ തറയിൽ തന്നെ ഇങ്ങോട്ട് നീക്കിയിട്ടത്. പിന്നെ അവൻ തന്നെ തുണി എടുത്തുകൊണ്ട് വന്ന് തുടച്ച് മാറ്റുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങളിത് പിന്നെ ഇവിടെ വെക്കാൻ പോവാം. ആ മേശയുടെ അടിയിലിരിക്കുന്നതാ ആ കാണുന്നതൊക്കെ. അതിൻ്റെ അടിയിലും നമ്മൾ ബുക്കും പുസ്തകവും ഫയലുകളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉള്ള സൗകര്യത്തൊക്കെയല്ല നമുക്ക് വെക്കാൻ പറ്റത്തുള്ളൂ. പ്രൈസിൻ്റെ ബുക്കും പുസ്തകവും ഒക്കെ പിന്നെ ഫയലുകളൊക്കെ അതിൻ്റെ കീഴിൽ വച്ചേക്കുന്നത്. പിന്നെ അവൻ്റെ കട്ടിലൊക്കെ ഒതുക്കി. അവൻ്റെ ഈ പുതയ്ക്കുന്ന ഷീറ്റ് വലിയൊരു ഡബിൾ ബെഡ്ഷീറ്റായിരുന്നു. അത് കീറി അത് ഞാൻ 2 ആക്കിയിട്ട് അവൻ അതേ പുതയ്ക്കാൻ എടുക്കത്തുള്ളൂ. അവൻ അതാണ് ഇഷ്ടം. അതൊരു സൈസ് ഇച്ചിരി ചൂടുള്ള അവന് ചൂട് തുണിയാണ് ഇഷ്ടം. അപ്പോൾ അത് 2 എണ്ണം ഉണ്ട്. ഞാൻ അതിൻ്റെ അരികൊക്കെ തയ്ച്ച് റെഡിയാക്കി എടുത്തതാണ്. അത് രണ്ടുമേ അവന് യൂസ് ചെയ്യുന്നത്. അവനതാ ഇഷ്ടം. ചിലർക്ക് ചില രീതികളുണ്ടല്ലേ. ഇത് എൻ്റെ ഒതുക്കി ഞാൻ അത് പപ്പാടെ ഫോൺ അവിടെ. പിന്നെ ഇത് എൻ്റെ കട്ടലും ഞാൻ ഒതുക്കി. നാളെ പിന്നെ ഞാൻ പറയാൻ പോകുന്നത്, നാളെ എൻ്റെ ഫസ്റ്റ് ഡേ ഓഫ് കോളേജാണ്. നാളെ എൻ്റെ കോളേജ് തുടങ്ങാൻ പോവുക 13th. പിന്നെ ഞാൻ കമ്പ്യൂട്ടർ സയൻസ് എടുത്ത് BSc കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് അത് ഒത്തിരി ലുക്കിംഗ് ഫോർവേഡ് ഫോർ ഇറ്റ്. ബൈ. അരി വെന്തു, അരി വാർത്തു, വെള്ളം തിളപ്പിക്കാൻ വെച്ച് ആ ദാഹശമനി ഇട്ടാ തിളപ്പിക്കുന്നത്. ഇവിടെ വേറെണ്ണത്തിൽ പിന്നെ ചോറ് കുറച്ച് ഞാനിങ്ങനെ പാത്രത്തിൽ എടുത്തിട്ടാണ് വെച്ചത്. പിന്നെ കാബേജ് അരിഞ്ഞ് വെച്ച് സ്മെല്ല് വരാതിരിക്കാൻ ഒരു ബ്രെഡ് പീസ് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇത് നാരങ്ങ ഈന്തപ്പഴം കൊണ്ടുള്ള അച്ചാറാണ്. ഇവിടെ പോളിന് ഏത് അച്ചാറാണെങ്കിലും കുഴപ്പമില്ല, വെജ് ആണെങ്കിലും നോൺ വെജ് ആണെങ്കിലും കുഴപ്പമില്ല.
പക്ഷെ പ്രൈസിന് നോൺ വെജാണ് കൂടുതലിഷ്ടം. അപ്പോൾ ഇത് കുറേ ദിവസം ആയതാണ്, അതിപ്പം നന്നായി കരിഞ്ഞിരിക്കുക. പിന്നെ ഇത് കാണിക്കാം. ഇത് പിള്ളേർക്കൊന്നും എനിക്ക് വസ്ത്രം അങ്ങോട്ട് ഉണങ്ങിയതിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല. ഇരുമ്പം പുളിയെ, ഉണങ്ങിയ ഇരുമ്പം പുളി. പിന്നെ കാന്താരി ഞാൻ കൊണ്ടുവന്നില്ലായിരുന്നോ നാട്ടിൽ നിന്ന്, ഇച്ചിരിയും വിനാഗിരി ഒഴിച്ച് അത് ഞാൻ വീണ്ടും കുറച്ചുകൂടെ വിനാഗിരിയൊക്കെ ഒഴിച്ച് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാം. നല്ല മണമാണ് അങ്ങോട്ട്. പടപടപട തിളച്ചു. ഇനി ഓഫാക്കിയിടട്ടെ. മോരിപ്പം കുറച്ച് ദിവസമായല്ലേ, അപ്പോൾ ഇച്ചിരി തൈരുണ്ടായിരുന്നു, അതൊന്ന് അടിച്ചെടുത്ത് മോരുകറി ഉണ്ടാക്കാമെന്ന് വെച്ച്. മോൻ എന്തും ചോദിക്കും, മോരുകറി ഇല്ലയോ, മോരുകറി ഇല്ലയോ, മോരുകറി ഇല്ലയോ. അപ്പോൾ അതുകൂടെ ഒന്ന് അടിച്ചെടുക്കട്ടെ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഓരോ ജോലികൾ ചെയ്യാൻ പോകുന്നുണ്ട്. ഇനി എനിക്ക് നല്ല പരിപാടിയുണ്ട്. ഇന്നിപ്പോൾ ഇതിലൊക്കെ അങ്ങ് നിൽക്കാമെന്ന് വെച്ചു. കാബേജിന് വേണ്ടി ഞാൻ കുറച്ച് ഇഞ്ചിയും കൂടെ കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഈ ഡ്രിൽ മെഷീൻ്റെ ഇത് കൊണ്ട് വീട്ടിൽ നമ്മുടെ തൊട്ട് മേളിലെങ്ങാണ്ടാന്ന് തോന്നുന്നു, വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വല്ല കാര്യം പറഞ്ഞാലും അലറി സംസാരിക്കണം. ചെവി പൊളക്കുന്ന സൗണ്ടാണ് അത്. ഇന്നലെ രാത്രി മൊത്തവും ഞാൻ പറഞ്ഞില്ലേ മഴയില്ല, എവിടെയോ നന്നായി മഴ പെയ്യുന്നുണ്ട്, ഭയങ്കര ഇടിയായിരുന്നു. റീച്ച ഇന്നലെ ഇത്തിരി ലേറ്റായിട്ടാണ് വന്നത്. അപ്പോൾ ഞാൻ പറയുകയും ചെയ്തു, റീച്ച കേൾക്കുന്നുണ്ടോ, എനിക്ക് ഈ മഴയില്ലാത്ത ഇടി, എനിക്ക് ഏറ്റവും പേടി കൊല്ലാനും ഇടിയുമാണ്. കാബേജിൻ്റെ അകത്തെ മഞ്ഞപ്പൊടിയും കിട്ടുമെന്ന് ഇളക്കിയിട്ടുണ്ട്. കുറച്ച് നേരം ഹൈ ഫ്ലെയിമിൽ ഇളക്കിയതിന് ശേഷം ഞാൻ പിന്നെ ലാസ്റ്റിൽ ഉപ്പിട്ടവേ. ഇനി ഇത് അടച്ചിടാം. മോര് ഞാൻ കാച്ചിയായിരുന്നു, അപ്പോൾ എക്സോസ് ഇട്ടിട്ടുണ്ട്, അതുകൊണ്ടൊരു വല്ലാത്ത സൗണ്ട്. അപ്പം ഞാൻ അതിലേക്ക് കടുകൂടെ വറുത്തി ചേർത്തിട്ടുണ്ട്. അപ്പം മോരുമായി, കാബേജ് തോരനുമായി. ഇവിടെ പിന്നെ ലെമൺ ഡേറ്റ്സിൻ്റെ അച്ചാറുണ്ടല്ലേ, അത് പിള്ളേർ പ്രീസമ്മോൻ അവനങ്ങനെ ലെമൺ ഡേറ്റ്സ് ഒന്നും അങ്ങനെ ഇഷ്ടപ്പെടുന്നതല്ല, പക്ഷേ അവൻ ചപ്പാത്തി അത് കൂട്ടി ചിലപ്പോൾ തിന്നും, കാരണം അവന് നോൺ വെജാണ് ഇഷ്ടം. രാവിലെ മാങ്ങയും നെല്ലിക്ക കുറച്ചിട്ടാൽ മതിയായിരുന്നു. നെല്ലിക്കയും വാങ്ങിച്ചുകൊണ്ട് വന്ന് ഇനി മാങ്ങ അരിഞ്ഞൊക്കെ വെക്കണം. തുണി കുറച്ച് അവൻ വിരിച്ചു, ബാക്കി ഇവിടെ ഞാൻ വിരിക്കട്ടെ. അരി ഇന്നലത്തെ ചോറിത്തിരി ഉണ്ടായിരുന്നു, ചുവന്നരി, അത് ഞാനിപ്പം വാർത്തിട്ടു. അവർക്ക് ചപ്പാത്തിയൊക്കെ കൊടുത്തു. ഇനി ഞാൻ തുണി വിരിക്കട്ടെ. പ്രൈസൻ അനു വരാൻ നോക്കിയിരിക്കുക മൊബൈൽ എടുക്കാൻ. ഞാൻ മൊബൈൽ എടുത്ത് മാറ്റി വെച്ച്. അപ്പോൾ അനു വരുന്ന ഉടനെ കയറി എല്ലാവർക്കും കട്ടിലേ കയറി ഇരിക്കണ്ടേ, അതുകൊണ്ട് ആൻറ്റി എപ്പോൾ വരും, ആൻറ്റി എപ്പോൾ വരും എന്നും പറഞ്ഞ് ചോദിച്ചുകൊണ്ടിരിക്കുക. ഇന്നലെ ജയശ്രീ പറഞ്ഞായിരുന്നു തുണി വിരി ഒരു ഹൈലൈറ്റ് ആണെന്ന്. എന്തോ ചെയ്യാനാ, ജീവിക്കണ്ടേ, ഉള്ള സ്ഥലത്തൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. ഒരു ചുരുട്ടി. ഞാനന്ന് അച്ചാറിന് മീൻ വാങ്ങിച്ചില്ലേ, അപ്പോൾ അതിലൊരു ഇത്തിരിയൊക്കെ സ്വല്പം ബ്ലാക്കായിട്ടുള്ളത് ഞാൻ മീനെടുത്ത് അത് കറിക്കകത്തിട്ടില്ല. അത് അന്നേരം ഞാൻ നന്നായിട്ട് കുരുമുളകും എല്ലാം പുരട്ട് അത് വറക്കാനായിട്ടാണ്. അല്ലാതെ കുറച്ച് എണ്ണ ഒഴിച്ച് വറുത്താൽ അതിനൊരു ടേസ്റ്റ് വ്യത്യാസം വരുമെന്ന് പറഞ്ഞ് ഞാൻ അച്ചാറിന് നമ്മൾ ഡീപ് ഫ്രൈ ചെയ്തെടുക്കത്തില്ലേ, അതുപോലെ ഇച്ചിരി എണ്ണ ഒഴിച്ച് എല്ലാവരും പറയും യോ ഇത്രയും എണ്ണ ഉപയോഗിക്കല്ലേ എന്ന്. എന്തോ ചെയ്യാനാ, അത് ഇങ്ങനെ നമ്മൾ ഡീപ് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ അത്രയും ടേസ്റ്റ് അല്ല. നമ്മൾ എണ്ണ ഒഴിച്ച് വറുത്തെടുക്കുകയാണെങ്കിൽ ആ ലിവറിൻ്റെ ടേസ്റ്റ് ഇവർക്കൊന്നും അങ്ങനെ ഇഷ്ടമല്ല. എനിക്ക് കുഴപ്പമില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഇച്ചിരി ഓയിൽ ഒഴിച്ചിട്ട് ഇങ്ങനെ ഡീപ് ഫ്രൈ ചെയ്തെടുക്കുക.
ഇവർക്കങ്ങനെ കുഴപ്പമില്ലായിരുന്നെങ്കിൽ ഞാൻ സാധാരണ നമ്മൾ മീൻ വറുക്കാൻ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ചെയ്യത്തില്ലേ പാനിൻ്റെ അകത്ത്, അതുപോലെ ചെയ്യത്തുള്ളായിരുന്നു. ഇതിപ്പോൾ ഇങ്ങനെ ഒരു കുഴിയൻ പാത്രം ഒത്തിരി ഒഴിച്ചിട്ടില്ല, എന്നാലും ഞാൻ ഇത്രയും ഒഴിച്ചിട്ട് ഇതിങ്ങനെ ചെയ്തെടുക്കുമ്പോൾ അവർക്ക് അത്ര അതങ്ങോട്ടും മനസ്സിലാവത്തില്ല. അതുകൊണ്ട് അങ്ങനെ ചെയ്തതാണ്. ഇനി മാങ്ങയൊക്കെ അരിയണം. നെല്ലിക്ക ഇപ്പോൾ സീസണല്ല. നമ്മൾ 40-നും 50-നും ഒക്കെ വാങ്ങിച്ചുകൊണ്ടിരുന്നത് ഇപ്പം 130, 140 നെല്ലിക്ക കിട്ടിയതൊക്കെ നല്ലതാണ്. മാങ്ങ കഴിഞ്ഞ ദിവസം ഈ ടൈപ്പില്ലായിരുന്നു, വേറൊരു മോഡം വളഞ്ഞിരിക്കുന്ന ടൈപ്പ് അതേ ഉള്ളായിരുന്നു. മാങ്ങ വിലയാ നമ്മൾ നോർമൽ വിലയേക്കായി ഡബിൾ റേറ്റാണ്. അർജൻ്റ് ആയതുകൊണ്ട് ഞാനങ്ങ് വാങ്ങിച്ച. അവർക്ക് എക്സ്ട്രാ പൈസ എടുത്തോളാൻ പറഞ്ഞു. അതുകൊണ്ട് ഇഞ്ചി, കറിവേപ്പില ഒന്ന് കഴുകാൻ വെക്കണം. ഈ പയർ നല്ലതാണ്. പയറും ഇത്തിരി വെണ്ടയ്ക്കയും കാബേജും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായി വീണ്ടും ഈ ചാനൽ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലേക്ക് ബട്ടൺ കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.